ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ്. ഇതൊരു ഈസി റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന, രുചിയിലൊട്ടും പിറകോട്ടല്ലാത്ത നല്ല അടിപൊളി ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളത്തിൽ നമുക്ക് രമ്പയിലയും സർവ്വസുഗന്ധിയിലയും പട്ട, ഗ്രാമ്പ്, ഏലക്ക എല്ലാം ചേർത്ത് തിളപ്പിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കുറച്ച് ഏറെ വെള്ളം എടുക്കണം. കാരണം നമ്മൾ ആ അരിയുടെ സ്റ്റാർച്ച് കണ്ടൻറ്റ് മുഴുവനും ആ വെള്ളത്തിലേക്ക് കളഞ്ഞ് ഊറ്റിയെടുക്കുകയാണ്. അതായത് ഒരു ഒട്ടലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഏറെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമ്മളതിലേക്ക് 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് 3 കപ്പ് അരി. 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളവരട്ടെ. അതിനിടയിൽ നമുക്ക് ചിക്കൻ എടുക്കുക. ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര പീസ് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഞാൻ 2 വലിയ പീസാണ് എടുക്കുന്നത്. ലെഗ് പീസ് വലുതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, പീസിന് പ്രത്യേകതയൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ 2 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചിയും 3 തുടം വെളുത്തുള്ളിയുമാണ് വേണ്ടത്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ബിരിയാണിയിൽ മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ നമുക്ക് ഈ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 3 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര എരിവില്ല. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത്. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ചും തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിനിടയിൽ നമ്മൾ അരി വേവിക്കാൻ വെച്ചത് നോക്കാം. അപ്പോൾ അതൊന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഇലകളും പട്ട, ഗ്രാമ്പൊക്കെയാണ്, അതൊക്കെ നമുക്ക് കോരി മാറ്റാം. കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ഇതെങ്ങാനും കടിച്ചു പോയാൽ നമ്മുടെ ബിരിയാണിയുടെ രുചി മൊത്തം പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതെല്ലാം അത് നമുക്ക് കോരി മാറ്റാം. പലർക്കും ഏലക്കായ കടിക്കുന്നതൊന്നും പലർക്കും ഇഷ്ടമേ അല്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഫ്ലേവർ ആവശ്യമാണ്. അപ്പോൾ അത് മതിയല്ലോ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഒരുപാട് വേവിക്കരുത്. 1/4 ഭാഗം മാത്രമേ വേവാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ ദമ്മിടുമ്പോഴാണ് വേവുന്നത്. ഇനി നമ്മൾ ചിക്കനിലേക്ക് ബാക്കി പറ്റാനുള്ളത്, സാധാരണ ബിരിയാണിയിൽ കറിവേപ്പില ചേർക്കാറില്ല. പക്ഷെ ഞാൻ ഈ ബിരിയാണിയിൽ കറിവേപ്പില ചേർക്കുന്നുണ്ട്. അത് നമുക്കൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത്. പിന്നെ ഞാൻ 3 വലിയ സവോള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർക്കണം. അതിനിടയിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അരി 1/4 ഭാഗം വേവായിട്ടുണ്ട്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ കൂടുതൽ വേവാൻ പറ്റിയ എന്തായാലും നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ അത് വേഗം നമുക്ക് ഊറ്റി മാറ്റാം. എല്ലാവരും ശ്രദ്ധിക്കണം, അതിൽ കൂടുതൽ കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ 1/4 ഭാഗം വേവ്, അതായത് നമ്മളിങ്ങനെ അരി ഇങ്ങനെ നല്ലോണം പിടിച്ചിങ്ങനെ അമർത്തണം. അപ്പോൾ മാത്രം അതിങ്ങനെ പൊട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ വേറെ സവോളയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ വറുത്ത സവോളയുടെ ഫ്ലേവറാണ് ഇതിന് വേണ്ടത്. പിന്നെ സവോള ചേർക്കുമ്പോഴുള്ള കൊഴുപ്പും ഈ വറുത്ത സവോളയിൽ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ 3 തക്കാളി, അത്ര വലിപ്പമില്ല, ഇടത്തരം വലിപ്പത്തിലുള്ള 3 തക്കാളി. വലിയ തക്കാളിക്ക് ആണെങ്കിൽ 2 അല്ലെങ്കിൽ 1 ആയാലും മതി. ഇത് പിന്നെ ചെറിയ തക്കാളിയാണ്, നല്ല പുളിയുള്ള തക്കാളിയാണ്. അത് ഞാൻ 3 എടുത്തിട്ടുണ്ട്, നാടൻ തക്കാളി. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് അവിടെ വെക്കണം. കാരണം ഈ ചിക്കൻ വലിയ പീസാണല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ആ 10 മിനിറ്റിന് ശേഷം നമുക്കത് വേവിക്കാം. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുന്നത് അതിൽ തന്നെയാണ് നമ്മൾ ഈ ചിക്കൻ വേവിക്കേണ്ടത്. കാരണം നമ്മൾ പിന്നീട് പാത്രം മാറ്റണമൊന്നുമില്ല. പിന്നെ നമ്മളിത് നെയ്യിലാണ് വേവിച്ചെടുക്കുന്നത്. ചിക്കൻ വെളിച്ചെണ്ണയോ ഓയിലോ വേറെ ഒന്നും ചേർക്കുന്നില്ല, വെറും നെയ്യ് മാത്രം. അത് നമ്മൾ ഡാൽഡ ഒന്നും ചേർക്കരുത് കേട്ടോ, നെയ്യ് തന്നെ ചേർക്കണം. അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ആ മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് മാത്രം, മസാല മുഴുവൻ കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ ഇളക്കി അതിലേക്ക് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. ഈ തക്കാളിയുടെയും തൈരിൻ്റെയും പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ടായിരിക്കണം നമ്മുടെ ചിക്കൻ വേവേണ്ടത്. ചിക്കൻ ശരിക്കും വേവണം, അതുവരെ നമ്മൾ വേവിക്കണം. അല്ലാണ്ട് പകുതി വേവൊന്നുമല്ല, ശരിക്കും വേവണം.
ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ പീസാണെങ്കിൽ നമ്മൾ ഈ തൈരൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചിക്കൻ സാധാരണയിലും വേഗത്തിൽ വേവും. അപ്പോൾ നമ്മൾ ഈ വലിയ പീസായതുകൊണ്ട് ഒന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഒരുപാട് ഇങ്ങനെ ഗ്രേവി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഒരു 6-7 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ അത് ശരിക്ക് വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ മസാല പൊതിഞ്ഞ ഈ ചിക്കൻ പീസ് മാത്രം നമ്മൾ അതിൽ നിന്ന് കോരി മാറ്റിയെടുക്കണം. അത് നമുക്ക് പിന്നീട് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കോരി മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഈ ദമ്മിടാൻ പോകുന്നത് ഈ ചിക്കൻ വേവിച്ച ഈ മസാലയിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടും നമ്മുടെ മസാല നല്ല അസൽ മസാല ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി വെള്ളമൊന്നും കുറേ വറ്റിക്കാനൊന്നുമില്ല. നമ്മുടെ അരിയിൽ പൊതിയാനുള്ള മസാല തന്നെയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ആദ്യം നന്നായിട്ടിങ്ങനെ ഇളക്കിയെടുക്കുക. ഇനി വറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, നമ്മൾ വേവിച്ചിരിക്കുന്ന ചോറ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ബിരിയാണിയുടെ രുചി കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചേർക്കുന്നോ അതെല്ലാം അതും നമ്മളിപ്പോൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലെയറായിട്ടൊന്നുമല്ല, അടിയിൽ ഈ ചിക്കൻ വേവിച്ച ഗ്രേവിയും പിന്നെ മുകളിൽ നമ്മൾ വേവിച്ച 3 കപ്പ് അരിയാണ്. ഇത് കൈമ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൈമ അരിയാണ് എപ്പോഴും ബിരിയാണിക്ക് ടേസ്റ്റ്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ ബർക്കത്താണ് എടുക്കുക. പിന്നെ നമ്മൾ രമ്പയില ഇട്ടിട്ട് അത് വേവിക്കുമ്പോൾ അതിൽ ശരിക്ക് കൈമ അരിയുടെ ആ ഫ്ലേവർ കിട്ടും. രമ്പയിലേക്ക് കൈമ അരിയുടെ ഒരു ഫ്ലേവറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരി എന്തായാലും നമുക്ക് ആ ഫ്ലേവറിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വേവിച്ച ചോറ് മൊത്തം അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ സവോള വറുത്ത് വെച്ചത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളതിൻ്റെ പകുതി നമ്മൾ ആദ്യം ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വേണമെങ്കിൽ മുന്തിരി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് സാഫ്രൺ ഉണ്ടെങ്കിൽ കുറച്ച് പാലിൽ കലക്കി ഒഴിക്കട്ടെ. അപ്പോൾ അതിനൊരു ഫ്ലേവർ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് സാഫ്രൺ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ വളരെ കുറച്ച് മല്ലിയിലും പുതിനയിലും മതി. വളരെ കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച്, അതിൻ്റെ ഒരുപാട് ഫ്ലേവർ വേണ്ട. പിന്നെ നമ്മൾ മീതെ കുറച്ച് നെയ്യ് ഒഴിക്കുക. അടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ നെയ്യുടെ ആവശ്യം അടിയിൽ ചേർക്കാനില്ല. അപ്പോൾ നമുക്ക് മുകളിൽ ആ ചോറിന് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് നെയ്യോടെ ഒഴിച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് അതവിടെ കുറഞ്ഞ തീയിൽ വയ്ക്കാം. അതിനിടയിൽ നമ്മൾ മസാലയിൽ നിന്നും കോരിയെടുത്ത ചിക്കന് നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മുളകും പൊടിയും, കാരണം ഇതുമ്പോൾ നമ്മൾ ഉള്ളിൽ മസാല പിടിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും പുറത്തിങ്ങനെ അധികം പൊതിഞ്ഞിട്ടില്ലല്ലോ മസാല. അപ്പോൾ നമുക്കത് എക്സ്ട്രാ കൊടുക്കാം. കുറച്ച് ഇടിച്ച മുളകും പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിങ്ങനെ നന്നായി മിക്സ് ചെയ്യാം. കാരണം ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പാട്ടോ, ചിക്കനിൽ ഉപ്പുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്നിങ്ങനെ വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള് സോഫ്റ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ ചേർത്ത മസാല ഉണ്ടല്ലോ അതിങ്ങനെ മൊരിഞ്ഞ് ആ ചിക്കനിൽ പിടിക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വറുക്കണതും നെയ്യിലാണ്. അപ്പോൾ നമ്മൾ ഓയിലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നെയ്യാണ്, അല്ലാണ്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ വേറൊന്നുമല്ല. നമ്മൾ നെയ്യിൽ മാത്രമാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഹെൽത്തി എല്ലാം തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുക. പക്ഷേ നെയ്യാണ് ഈ ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരമൊന്നും വറുക്കാനില്ല, കാരണം വെന്ത ചിക്കനാണ്. ആ മസാല മൊരിയേ വേണ്ടു. ഇപ്പോൾ 15 മിനിറ്റ് നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമ്മൾ ചോറ് ദം ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ മസാല വെച്ചിട്ട് അതൊക്കെ നല്ല കറക്റ്റ് പാകമായി. പിന്നെ 3/4 ഭാഗം വെന്ത ചോറ് ബാക്കി കൂടെ ഈ ആവിയിലിരുന്ന് വെന്തിട്ടുണ്ട്. നല്ല ഉതിർന്ന് ഇങ്ങനെ വേണ്ട, ഒട്ടിപ്പിടിച്ചിട്ടില്ല. കാരണം നമ്മൾ കുറേയേറെ വെള്ളത്തിലാണ് ആ അരി വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒട്ടില്ല, സ്റ്റാർച്ചൊക്കെ ആ വെള്ളത്തിൽ പോയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വറുത്ത ചിക്കൻ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ചെറിയ ചിക്കൻ പീസസ് ആണ് ഇഷ്ടമെങ്കിൽ ചെറിയ ചെറിയ ചിക്കൻ പീസസ് എടുക്കാം. പക്ഷെ അതെന്തായാലും മസാലയിൽ നിന്ന് എടുത്തിട്ട് ഒന്നിങ്ങനെ വറുക്കണം എന്ന് മാത്രം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊരു വലിയ പീസാക്കിയത്. വലിയ പീസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ
തയ്യാറായിരിക്കുന്ന ചിക്കൻ പീസ് ലെഗ് പീസ് നമ്മൾ ബിരിയാണിയുടെ മീതെ വയ്ക്കുക. പിന്നെ വീണ്ടും നമുക്ക് കുറച്ച് സവോള, അണ്ടിപ്പരിപ്പ്, മല്ലിയില അതെല്ലാം നമുക്ക് കഴിക്കാൻ പോണ നേരത്തും കുറച്ചതിൻ്റെ മീതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഫ്രഷായിട്ട് കഴിക്കാൻ കിട്ടും. അപ്പോൾ ഈ റൈസിൻ്റെ ഒപ്പം ഇതെല്ലാതും ചേരാതെ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ അതും നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഈസി ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ സവോള വറുത്തെടുക്കാൻ മാത്രമാണ് കുറച്ച് സമയം എടുക്കുക. അതിന് സമയമൊന്നുമില്ല, നമ്മൾ മറ്റുള്ള ജോലിയുടെ ഇടയിൽ ചെയ്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്യുക.